എന്നാലും ഈ കോൺഗ്രസ്സുകാർക്ക് ഇതെന്ത് പറ്റി എന്ന് എല്ലാവരും അതിശയിക്കുകയാണ്. ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വലിയ നാടകം കണ്ടു. എന്തായിരുന്നു നാടകം? നമ്മുടെ KPCC പ്രസിഡന്റായ K. സുധാകരൻ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ചെന്നിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുന്ന ഒരു ഫോട്ടോ നാം കണ്ടു. ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളായിട്ടുള്ള കുറച്ച് നേതാക്കന്മാരുണ്ട്. യഥാർത്ഥത്തിൽ വരേണ്ടവരായിട്ടുള്ള വലിയ നേതാക്കന്മാർ ഒന്നും നമ്മളവിടെ കണ്ടില്ല. കോൺഗ്രസ്സിന് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഒരുപക്ഷെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരുള്ള ഒരു സംസ്ഥാനം ഇന്നും കേരളമാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ K. സുധാകരൻ പറഞ്ഞു, ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല, കാരണം ഞാൻ KPCC പ്രസിഡന്റാണ്. നിങ്ങൾ കണ്ണൂരേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ അന്ന് പറഞ്ഞു, ഒരുപക്ഷെ കണ്ണൂർ നമ്മൾ വേറെ സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇത്തരത്തിൽ ഒരു അവസരത്തിൽ K. സുധാകരനെ അവിടുന്ന് മാറ്റാൻ കിട്ടിയ ഒരു അവസരമാണ്. തൽക്കാലത്തേക്കെങ്കിലും പിടിച്ചു മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ അതൊരു പെർമനന്റ് ആയിട്ട് മാറ്റലാക്കി മാറ്റാം എന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ന് പറയുമ്പോൾ ബാക്കി ഉള്ള നേതാക്കന്മാരൊക്കെ ധരിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ K. സുധാകരൻ ഇതിനൊന്നും വഴങ്ങിയില്ല. താൽക്കാലികമായി ഉള്ള ഒരു ചാർജ് മാത്രം ഹസന് കൊടുക്കാൻ അദ്ദേഹം സമ്മതിച്ചു. പാർലമെന്റ് ഇലക്ഷന് കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നിൽക്കാമെന്നും അദ്ദേഹം വയ്ക്കും. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി. അദ്ദേഹം KPCCയുടെ മറ്റ് ഭാരവാഹികളോടും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും പറഞ്ഞു, ഞാൻ വീണ്ടും ചാർജ് എടുക്കണം, എനിക്ക് ചാർജ് തിരിച്ചു തരണം. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു, വെയിറ്റ് ചെയ്യും, നാളെ ആവട്ടെ, മറ്റന്നാളിലാകട്ടെ. അവസാനം K. സുധാകരൻ തൻ്റെ തനി സ്വഭാവം എടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. എങ്കിൽ നിങ്ങൾ എനിക്ക് ചാർജ് തരിക, അല്ലെങ്കിൽ ഞാൻ നാളെ ഒറ്റയ്ക്ക് പോയി ചാർജ് ഏറ്റെടുക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉടൻ തന്നെ ഹസനിൽ നിന്ന് ചാർജ് എടുത്ത് KPCC പ്രസിഡന്റായ സുധാകരൻ നൽകാൻ സമ്മതം കൂടി. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു നാടകത്തിലേക്ക് ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് സാധാരണ കോൺഗ്രസ്സുകാർ തമ്മിൽ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ അവധിയെടുത്ത ഒരാൾ തിരിച്ചു വരുമ്പോൾ ആ ചാർജ് കൊടുക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? അപ്പോൾ ആ ന്യായം ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ ഇതിങ്ങനെ ഒത്തിരി നടക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷനിൽ UDF LDF വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരുടെ എല്ലാം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴാണ് രണ്ട് പുതിയ നേതാക്കന്മാർ എന്ന നിലയിൽ K. സുധാകരനും VD സതീശനും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി. ഇപ്പോൾ അവർ തമ്മിൽ തന്നെ തെറ്റിയിരിക്കുന്നതായിട്ടാണ് നമ്മുടെ പത്രത്തിൽ കൂടിയൊക്കെ വായിക്കുന്നത്. അപ്പോൾ അവർ തെറ്റി. ഇനിയിപ്പോൾ അവരെ രണ്ടുപേരെയും മാറ്റി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. അതിന് പഴയ പല നേതാക്കന്മാരും ചട്ടുപിടിക്കുന്നു. ഇതൊക്കെ കോൺഗ്രസിലല്ലാതെ മറ്റൊരു പാർട്ടിയിൽ നടക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇത്രയൊക്കെ പരിപാടികൾ നടന്നാലും കോൺഗ്രസ്സിൽ ഇന്നും അണികളും സപ്പോർട്ടേഴ്സുമായി ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള, ഏറ്റവും കൂടുതൽ അണികളുള്ള ഒരു സംസ്ഥാനമായി കേരളം ഇന്നും അവശേഷിക്കുന്നു. കോൺഗ്രസിൻ്റെ ഈ പോരാട്ട നാടകം അവസാനിപ്പിച്ച് ഇത്തരം ഈ ഭരണത്തിനെതിരെയുള്ള ശക്തമായ വികാരം ഇതിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ടുള്ള മുഖ്യമന്ത്രി കൂടുതൽ ഉല്ലാസവാനായി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുവാൻ ഉള്ള ശേഷി കോൺഗ്രസിനുണ്ടാകൂ എന്ന് മാത്രമേ ഇത്തരത്തിൽ പറയാനുള്ളൂ. സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിന് നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.